എക്സാമിലെ 90% മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പിക്ചർ എന്താ? ദിവസവും 14-15 മണിക്കൂർ ഉറക്കമൊഴിച്ച് പഠിക്കുന്ന, ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് പുസ്തകത്തിൽ മാത്രം തലവെച്ചിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെയാണോ? ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ആർക്കും 90% നേടാൻ കഴിയില്ല. എന്നാൽ ശരിയായ സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആർക്കും ടോപ്പർ ആവാൻ കഴിയും. ഇന്നത്തെ വീഡിയോയില് ദിവസവും മണിക്കൂറുകളോളം സ്ട്രെസ് എടുക്കാതെ ഇഫക്റ്റീവ് ആയിട്ട് പഠിച്ച് പരീക്ഷയിൽ 90% മുകളിൽ സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന 6 പില്ലർ സ്ട്രാറ്റജി ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ പഠന രീതിയും റിസൾട്ടും പാഠമാറും. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സ്റ്റെപ്പ് 1, സിലബസ് ഡീകോഡിംഗ് ആൻഡ് വെയിറ്റേജ് അനാലിസിസ്. ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഭൂരിഭാഗം പേരും ചെയ്യുന്ന തെറ്റ് പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ എടുത്ത് വരിയായി കാണാതെ പഠിക്കാൻ തുടങ്ങുന്നതാണ്. ടോപ്പേഴ്സ് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ആദ്യം ചെയ്യുന്നത് സിലബസ് ആൻഡ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അതായത് ആദ്യം നിങ്ങളുടെ പാഠഭാഗങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് എന്ന് കണ്ടെത്തുക. ആ ചാപ്റ്ററുകൾക്ക് ഹൈ പ്രയോറിറ്റി നൽകുക. കഴിഞ്ഞ 3 അല്ലെങ്കിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എനർജിയുടെ 80%ഉം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള 20% ടോപ്പിക്കുകളിൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് 80-20 റൂൾ. ഇത് നിങ്ങളുടെ സമയം ലാഭിപ്പിക്കും, ഒപ്പം കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും. സ്റ്റെപ്പ് 2, ഹൈ ഈൽഡ് ലേണിംഗ് ടെക്നിക്സ്. വായിച്ചു പഠിക്കുക എന്ന പരമ്പരാഗത രീതി മാറ്റി ഹൈ ഈൽഡ് ടെക്നിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങണം. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയാണ് ഫെയ്ൻമാൻ ടെക്നിക്. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് ഒരു 10 വയസ്സുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ ഈ സബ്ജക്ട് അറിയാത്ത ഒരു ഫ്രണ്ടിനോ ലളിതമായിട്ട് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് പോലെ സ്വയം ഉറക്കെ പറഞ്ഞു നോക്കുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത ഇടങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വീണ്ടും എടുത്ത് ആ ഒരു ഗ്യാപ്പ് മാത്രം ഒന്ന് നികത്തുക. ഇതോടൊപ്പം പഠനം കഴിഞ്ഞയുടൻ നോട്ട് അടച്ചു വെച്ച് മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആക്റ്റീവ് റീകോൾ കൂടെ ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും എന്ന പേടിയേ ഉണ്ടാവില്ല. സ്റ്റെപ്പ് 3, ടൈം ബ്ലോക്കിംഗ് ആൻഡ് ദി പൊമോഡോറോ 2.0. എനിക്ക് ഇന്ന് മുഴുവൻ പഠിക്കണം എന്ന് പറയുന്നതിന് പകരം ടൈം കൃത്യമായിട്ട് നിങ്ങൾ വീതിച്ച് നൽകുക. ഉദാഹരണത്തിന് 4 മണി മുതൽ 5 മണി വരെ മാത്സ് പ്രോബ്ലംസ് ചെയ്യും, 5:15 മുതൽ 6:15 വരെ ഫിസിക്സ് തിയറി പഠിക്കും തുടങ്ങി. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് അറ്റൻഷൻ സ്പാൻ കുറയുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് പൊമോഡോറോ ടെക്നിക് ഉപയോഗിക്കാം. 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എന്നൊരു റേഷ്യോ വെക്കുക. 50 മിനിറ്റ് പഠിക്കുമ്പോൾ ഫോൺ പൂർണ്ണമായിട്ടും ഓൺ ദ സ്പോട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ആ 10 മിനിറ്റ് ബ്രേക്കിൽ ഫോൺ നോക്കാതെ കുറച്ച് വെള്ളം കുടിക്കുക, ഒന്ന് നടക്കുക അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക. ഈ സിസ്റ്റം നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ഫ്രഷ് ആയിട്ട് നിലനിർത്തും. സ്റ്റെപ്പ് 4, ദ ആർട്ട് ഓഫ് നോട്ട് മേക്കിംഗ്. എക്സാമിന്റെ തലേന്ന് 500 പേജുള്ള ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചു തീർക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് പലർക്കും പരീക്ഷാ ഹാളിൽ സ്ട്രെസ് വരുന്നത്. അതുകൊണ്ട് ആദ്യ തവണ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക. ഈ ഷോർട്ട് നോട്ട്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ റിവിഷൻ സ്പീഡ് 5 ഇരട്ടിയാക്കും. സ്റ്റെപ്പ് 5, മോക്ക് ടെസ്റ്റ് ആൻഡ് എറർ അനാലിസിസ്. 90% സ്കോർ ചെയ്യുന്നവരും 70% സ്കോർ ചെയ്യുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ ഒരു സ്റ്റെപ്പിലാണ്. പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, അത് എക്സാം ഹാളിൽ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ അറിയണം. അതിനായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ് എറർ അനാലിസിസ്. നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങളെ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. അത് അറിവില്ലായ്മ കൊണ്ടാണോ തെറ്റിയത്, അതോ സമയം തികയാഞ്ഞിട്ടാണോ, അതോ അശ്രദ്ധ കാരണമാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ തെറ്റുകളിൽ നിന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ആ തെറ്റുകൾ തിരുത്തുമ്പോൾ നിങ്ങളുടെ മാർക്കുകൾ താനെ ഉയരും. സ്റ്റെപ്പ് 6, കൺസിസ്റ്റൻസി ആൻഡ് മൈൻഡ് സെറ്റ് ഓവർ പെർഫെക്ഷൻ. ഒറ്റ ദിവസം 12 മണിക്കൂർ പഠിച്ച് അടുത്ത 3 ദിവസം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി നല്ലതാണ് ദിവസവും 3-4 മണിക്കൂർ വീതം മുടങ്ങാതെ പഠിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഐ ഹാവ് ടു ബി കൺസിസ്റ്റന്റ് എന്നതായിരിക്കണം. ഇടയ്ക്ക് പഠിക്കാൻ മൂടില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാം, അത് തികച്ചും സ്വാഭാവികമാണ്. ആ ദിവസങ്ങളിൽ വലിയ ടോപ്പിക്കുകൾ പഠിക്കാതെ ചെറിയൊരു റിവിഷൻ മാത്രം ചെയ്തു നിർത്തുക. ബട്ട് നെവർ ബ്രേക്ക് ദ ചെയിൻ. നിങ്ങളുടെ സ്വന്തം കഴിവിലും പരിശ്രമത്തിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. 90% സ്കോർ എന്നത് ഏതെങ്കിലും പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒന്നൊന്നുമല്ല. കൃത്യമായ പ്ലാനോടെ അധ്വാനിക്കുന്ന ആർക്കും നേടാൻ കഴിയുന്ന ഒന്നാണ്. സോ ഗൈസ്, ഈ 6 ഫലപ്രദമായിട്ടുള്ള വഴികൾ നിങ്ങളുടെ ദിവസേനയുള്ള പഠനത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.